ഈ മൂക്കിൽ ശ്വാസം കയറുന്ന അത്ര സമയമുള്ളൂ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ കയറിക്കൂടാൻ. ആ സമയത്ത് കയറിക്കൂടണം. മരണവീടൊക്കെ കണ്ടിരുന്നോ? മരണവീട്ടിലൊക്കെ എങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടിരുന്നോ നിങ്ങൾ? എന്തിനാ മരണവീട്ടിലിരുന്ന് കരയുന്നത്? എന്തിനാ മരിച്ചൊരു വീട്ടിലിരുന്ന ആളുകൾ കരയുന്നത്? ഒറ്റ കാരണമുള്ളൂ. മരിച്ചുപോയത് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ഒക്കെ ആയിരിക്കാം. ആ മരിച്ചുപോയി കിടക്കുന്ന ആളെ കുറിച്ച് ആ കരയുന്നവരുടെ ഹൃദയമാകുന്ന ആ മനസ്സാകുന്ന TV സ്ക്രീനിൽ ഈ സ്ക്രീനിൽ തെളിയുന്നത് പോലെ ഇങ്ങനെ മിന്നി മറിയും. അവരുമായിട്ട് ഒന്നിച്ച് നടന്നത്, കളിച്ചത്, ചിരിച്ചത്, പിണങ്ങിയത്, ഇണങ്ങിയതൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞ് നടക്കും. ഈ മിന്നി മറിഞ്ഞ് നടക്കുമ്പോൾ സങ്കടങ്ങൾ ഇങ്ങനെ ഇരട്ടിച്ചരട്ടിച്ചു വരും. തികട്ടി ഒന്ന് കരയും. ആ സമയത്തായിരിക്കും നമ്മൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലണേ. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അവരുടെ TV സ്ക്രീനിൽ തെളിയും. അവരപ്പോൾ നമ്മളുടെ പേരും വിളിച്ചു പറഞ്ഞ് കരയും. ഭാര്യ മരിച്ചു കിടക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്. ഭാര്യ അവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും. ആ ഭാര്യയുടെ ചിന്ത എങ്ങനെയായിരിക്കും? ഇന്ന് രാവിലെ ചായയും കൊണ്ട് ചെന്നപ്പോൾ ഈ ചായക്ക് ചൂട് പോരല്ലോ എന്നും പറഞ്ഞ ആ ചായ പുറത്തേക്ക് കളഞ്ഞിട്ട് എന്റെ നേരെ ഗ്ലാസ് എറിഞ്ഞ ചേട്ടനാ ഈ കിടക്കണേ. ഇല്ല. ഈ ഷർട്ട് തേച്ചുകൊണ്ട് വന്നപ്പോ ഈ ഷർട്ടിന്റെ ചുളിവ് പോയില്ലല്ലോ എന്നും പറഞ്ഞ് ചുരുട്ടിക്കൂട്ടി എന്റെ മുഖത്തേക്ക് എറിഞ്ഞ എന്റെ ചേട്ടനാ. ഇല്ല. വഴക്ക് കൂടി ഒരു കട്ടിലിന്റെ 2 സൈഡിൽ കിടന്നപ്പോഴ് പെട്ടെന്നൊരു ഇടി വെട്ടിയപ്പോഴ് ഞാൻ പേടിച്ചങ്ങ് ചെന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഞാനില്ലേ പെണ്ണേന്ന് പറഞ്ഞ് എന്റെ ചേട്ടനാ. ഇല്ല. നാളെ എന്റെ ആയിരുന്നു. ഇല്ല. ഇത് തന്നെയാ ഭർത്താവിന്റെ ഉള്ളില്. ചൂടില്ലാത്തതാണേലും ഒരു ചായ നാളെ എടുത്തു തരാൻ എന്റെ പെണ്ണില്ല. ചുളിവ് പോയതോ ചെളി പോകാത്തതാണേലും ഒരു ഷർട്ട് തേച്ച് തരാൻ എന്റെ പെണ്ണില്ല. എന്റേതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഇല്ല. ഇതൊക്കെ ഓർക്കുമ്പോഴാ ഇവരിങ്ങനെ തികട്ടി ഇങ്ങനെ കരയണത്. ഇങ്ങനെ കരയണ സമയത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ കരയുന്നവര് നമ്മുടെ നേരെ വിരല് ചൂണ്ടിക്കൊണ്ട് പറയാതെ അവര് നമ്മളോട് പറയാ, നീ കണ്ടോ, നഷ്ടപ്പെട്ടവന്റെ വേദനയാ, നഷ്ടപ്പെട്ടവളുടെ വേദനയാ ഈ കാണണേ. നിന്റെ ജീവിതത്തില് ഇതുപോലെ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ നീ തിരുത്ത്. നഷ്ടപ്പെട്ടിട്ട് പിന്നെ തിരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഇന്ന് തിരുത്ത് നീ എന്ന് അവര് കരഞ്ഞുകൊണ്ട് പറയാ നമ്മളോട്. തിരുത്തണം ജീവിതത്തില്. മരിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ വീട് കടത്തി, നമ്മുടെ മതില് കടത്തി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴ് ഈ അജീയൻ ഇങ്ങനെ കൊണ്ടുപോകുകയെന്ന് നിങ്ങൾ വിചാരിച്ചോ? ആ സമയത്ത് ആ മരണശയ്യയില് കിടത്തി എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴ് ഭഗവാൻ എന്റെ ഉള്ളിൽ വന്നിട്ട് എന്നോട് പറയാ, മോനെ അജി, ഇച്ചിരി കഴിയുമ്പോൾ നിന്നെ തീയെടുക്കും, ഇല്ലെങ്കിൽ നിന്നെ മണ്ണിൽ കൊണ്ടുവന്ന് വയ്ക്കും, നാളെ പുഴുവരിക്കും. അതിനു മുമ്പ് നീ ഉണ്ടാക്കി വെച്ച ആ വലിയ വീട് നിനക്കൊന്ന് കാണണോ, നിന്റെ ബന്ധുബലം കാണണോ, നീ അഹങ്കരിച്ചതൊക്കെ നിനക്ക് കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ എനിക്കൊരു ഇച്ചിരി ശ്വാസം തന്ന് ഞാൻ അവിടെ